വിലക്കുറവിന്റെ പര്യായം കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. കേന്ദ്രത്തിന്റെ പദ്ധതികൾ വകമാറ്റിയും പേരുമാറ്റിയും കേരളത്തിൽ നടപ്പാക്കുന്നുവെന്ന് മട്ടന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജു ഏളക്കുഴി. ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാത്തതിനാൽ ചികിത്സയുടെ പേരിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങളുള്ള ജില്ലയാണ് കണ്ണൂർ. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ടീച്ചറെ CPM നാടുകടത്തിയെന്നും മട്ടന്നൂർ മണ്ഡലത്തിൽ വിജയിക്കുമെന്നും ബിജു ഏളക്കുഴി പറഞ്ഞു. ഗ്രാമികയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി ജനസമക്ഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ കേന്ദ്രം സഹായിക്കുന്നില്ല എന്നത് വെറും രാഷ്ട്രീയ ആരോപണമാണ്. കേന്ദ്രത്തിന്റെ പദ്ധതികൾ വകമാറ്റിയും പേരുമാറ്റിയും നടപ്പാക്കുകയാണ്. രാഷ്ട്രീയം കളിച്ചോട്ടെ, പക്ഷേ സാധാരണക്കാരെ വെച്ച് വേണ്ട. ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാത്തതിനാൽ ചികിത്സയുടെ പേരിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങളുള്ള ജില്ലയാണ് കണ്ണൂർ. ഓരോ ഫയലും സാധാരണക്കാരന്റെ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതെല്ലാം മറന്നുവെന്നും ബിജു പറഞ്ഞു. ശൈലജ പേരാവൂരിലേക്ക് പോയതിന്റെ ഗുണം BJPക്ക് സഹായകമാക്കും. ടീച്ചർ ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് ആർക്കൊക്കെയോ വേദനയുണ്ട്. മുൻപ് പേരാവൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഇത്രയും ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളെ CPM നാടുകടത്തി. മുഖ്യമന്ത്രിക്ക് ടീച്ചറെ താല്പര്യമില്ലെന്ന സംശയമുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളെ 5 വർഷം കൊണ്ട് അടുത്ത മണ്ഡലത്തിൽ മാറ്റുമ്പോൾ ടീച്ചർക്ക് എന്തൊക്കെയോ കുറവുണ്ടെന്നും ബിജു പറഞ്ഞു. ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് പോയതിന്റെ രാഷ്ട്രീയം നമുക്ക് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 3ാം ടേം CPM 3ാം ടേം ആണെങ്കിൽ ശൈലജ ടീച്ചർ ഇവിടെ തന്നെയല്ലേ മത്സരിപ്പിക്കേണ്ടത്. ടീച്ചറെ എന്തിനാണ് പേരാവൂരിലേക്ക് മാറ്റിയത്? അല്ല, അതൊരു രാഷ്ട്രീയ തീരുമാനമാണല്ലോ. ബിജു ഏളക്കുഴി ഇപ്പൊ 4ാം ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യവും രാഷ്ട്രീയമാണ്. അതെ, മാറ്റിയതിന്റെ രാഷ്ട്രീയം ടീച്ചർ ഇവിടെ പറ്റൂല എന്നുള്ളത് കൊണ്ടല്ലേ. അതിലാർക്കോ ടീച്ചർ ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട് മത്സരിക്കുന്നത് കൊണ്ട് ആർക്കൊക്കെയോ വേദനയുണ്ട് എന്നുള്ളതല്ലേ അതിന്റെ രാഷ്ട്രീയം. അല്ലെങ്കിൽ ഇവിടെ തന്നെ മത്സരിപ്പിക്കണ്ടേ? ടീച്ചറെ വീട് ഈ ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കാനാണെങ്കിലോ. ഇതിനു മുമ്പ് ടീച്ചർ അവിടെ മത്സരിച്ചിട്ട് മണ്ഡലം കിട്ടിയിട്ടില്ലല്ലോ. ഗ്രാമീണ മേഖലയിലെ പാതകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ടൗണിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉൾപ്രദേശങ്ങളിലും കിട്ടണം. 2 പുഴകൾ ഒഴുകുന്ന നാട്ടിൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. ജില്ലയ്ക്കാകെ കുടിവെള്ളം നൽകുന്ന പഴശ്ശി പദ്ധതി തൊട്ടടുത്തുണ്ടായിട്ടും മട്ടന്നൂരിൽ കുടിവെള്ളമില്ല. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ബദൽ പാത നിർമ്മിക്കും. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. അത് നമുക്ക് ഈ 2 പുഴകൾ മതി, അത് അനുഗ്രഹമാണ്. പക്ഷെ മട്ടന്നൂരിലെ എല്ലാ ആളുകൾക്കും വെള്ളം ലഭിക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുണ്ട്, അതിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇനി ആ ഗ്രാമീണ ജനതയ്ക്ക് കുടിവെള്ളം കിട്ടാക്കനിയായിട്ടുള്ള ഗ്രാമീണ ജനതയ്ക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കണം. തലശ്ശേരി ഈ മട്ടന്നൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് തലശ്ശേരി റോഡിലേക്ക് ഒരു ഇരട്ടി റോഡിൽ നിന്നൊരു സമാന്തര പാത എന്തുകൊണ്ട് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല? സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ധാരാളം പുറമ്പോക്ക് സ്ഥലമുണ്ട് ഇവിടെ. ഇറിഗേഷൻ്റെ എക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ്റെ സ്ഥലമുണ്ട്. അത് എക്വിസിഷൻ ചെയ്ത് ഇപ്പോൾ എന്താണ് ഒരു റോഡ് നിർമ്മിക്കുമ്പോഴുള്ള സർക്കാരിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തടസ്സം ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. എന്നാൽ ഭൂമി കൂടുതൽ സ്ഥലങ്ങളൊന്നും ഏറ്റെടുക്കാതെ കൂടുതൽ സ്ഥലം ഇറിഗേഷൻ്റെ സ്ഥലവും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു റോഡ് നിർമ്മിച്ചൂടെ? അങ്ങനെ വരുമ്പോൾ മട്ടന്നൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടും. ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്വാധീനമുള്ള മണ്ഡലമല്ല മട്ടന്നൂർ. നിയമസഭയിൽ നിന്നും ലോക്സഭയിലെത്തിയപ്പോൾ 3000-നടുത്ത് ഭൂരിപക്ഷമായി. അത് തന്നെ മാറ്റം ആഗ്രഹിക്കുന്ന ജനത മട്ടന്നൂരിലുണ്ട് എന്നതിന്റെ തെളിവാണ്. രാജ്യത്തുള്ള NDA മുന്നേറ്റം കേരളത്തിലും ഒപ്പം മട്ടന്നൂരിലും ഉണ്ടാക്കും. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ജനങ്ങൾ NDA പരീക്ഷിക്കും. മാറ്റം ആഗ്രഹിക്കുന്നവരെ മട്ടന്നൂരുണ്ട് എന്നുള്ള തെളിവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 60,000 വോട്ട് LDFന് കിട്ടിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF ആ 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞുകൊണ്ട് ഒരു 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ കിട്ടിയത്. അത് പ്രകടമാകുന്നത് മാറ്റം ആഗ്രഹിക്കുന്ന ജനത മട്ടന്നൂരിലുണ്ട്. ആരുടെയും ഒരു അടിമകളായിട്ട് മാറുന്ന വോട്ടർമാരല്ല മട്ടന്നൂരിൽ ഉള്ളത്. ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ BJPക്കുള്ള ഒരു മുന്നേറ്റം ഈ പ്രാവശ്യം ഉണ്ടാകും
എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ മണ്ഡലത്തിൽ ധാരാളം ജനകീയ പ്രശ്നങ്ങളുണ്ട്. CPM നേതാക്കളാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. മന്ത്രിസഭയിലെ 2, 3 സ്ഥാനത്തുള്ളവർ ഈ മണ്ഡലത്തിലുണ്ടായിട്ടും എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കാലത്തിനൊത്ത വികസനം മട്ടന്നൂരിൽ ഉണ്ടായിട്ടില്ലെന്നും ബിജു പറഞ്ഞു. ഗ്രാമികയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി ജനസമക്ഷത്തിൽ സംസാരിക്കുകയായിരുന്നു ബിജു ഏളക്കുഴി. പരിപാടിയുടെ പൂർണ്ണരൂപം ഗ്രാമിക TVയിൽ വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് കാണാം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? മാഷ് ഞാൻ പറയാം, കണാരിൽ നിന്ന്. കണാരിയിൽ നിന്ന്? അതേ മാഷ്, കണാരിൽ നിന്ന്. മാഷ് കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.